അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി, അടിപൊളി ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കണ്ടേ. ഞങ്ങളുടേതായ രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നല്ല ടേസ്റ്റായിരുന്നു ഇതിന് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള റൈസ് ഒരു 1/2 കിലോ റൈസാണ്. അത് കഴുകി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് സവാള വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നട്ട്സ്, കിസ്മിസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, ചിക്കൻ മസാല, അങ്ങനെ മല്ലിയില, പുതിനയില ഒക്കെ വെച്ച് റെഡിയാക്കി കുഴച്ച് തൈരും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളുടെ ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക മുതലായ മസാലകളെല്ലാം ഇട്ടിട്ട് അതൊന്ന് വറുത്ത് വരുമ്പോഴേക്കും 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്നുള്ള രീതിയിലല്ല, അതിൽ കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന രീതി, അരി വേവിച്ചെടുക്കുന്ന രീതി വേറെയാണ്. അതാണ് അതിന് കാരണം. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിനെ അതിലേക്കിട്ട് ഒരു 60% വേവാകുമ്പോൾ കോരി വെള്ളം വാലാൻ വയ്ക്കുകയാണ് ചെയ്തത്. 60% വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ 60% വേവായിട്ടുണ്ടാവും. അതിനുശേഷം അത് മാറ്റി വെച്ച ശേഷം അതേ ഉരുളിയിലേക്ക് തന്നെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുറച്ച് ഓയിലും എണ്ണയും കൂടി ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണ്, പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പകുതി വേവാകുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക്. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചും കൂടെ വെച്ചു കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ റൈസിനെ എടുത്തിട്ട് നേരെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ ചിക്കൻ വേകുമ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ. ഓയിൽ തെളിഞ്ഞിട്ടുണ്ട്, വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളവും വേവിച്ച് വെച്ചിരിക്കുന്ന പകുതി വേവല്ല, ഒരു 60% വേവാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ സവാള, നട്ട്സ്, കിസ്മിസ്, ചെറി അങ്ങനെയുള്ള എന്ത് സാധനങ്ങളാണോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടുത്ത റൈസും കൂടി ഇട്ട് അങ്ങനെ നമുക്ക് ആ റൈസിനെ ഫില്ല് ചെയ്യാം. ചിക്കൻ നേരെ ഇടുന്നില്ല, ചിക്കൻ അടിയിൽ തന്നെ കിടക്കുക ചെയ്യണം കേട്ടോ. ലാസ്റ്റ് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് സ്ലോ ഫ്ലെയിമിൽ, അപ്പോഴും കുറച്ച് ബട്ടർ കൂടി ഇടാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതിനെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഹൈദരാബാദി ദം ബിരിയാണി റെഡി. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മൈദമാവ് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ഈ പ്ലേറ്റിൻ്റെ പാത്രത്തിൻ്റെ ഇടയ്ക്കായിട്ട് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒട്ടിച്ച് വെച്ചാൽ മതി. അങ്ങനെ ദം ചെയ്യാം. എന്തായാലും നമ്മുടെ ഹൈദരാബാദി ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായോ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.